നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് LDCയിൽ മെൻ്റൽ എബിലിറ്റിയിലുള്ള കലണ്ടറും തീയതിയും എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്കറിയാം ഏതൊരു മത്സര പരീക്ഷയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കലണ്ടറും തീയതിയും എന്നുള്ള ഒരു ടോപ്പിക്ക്. LDCയിൽ നമുക്ക് എന്തായാലും ചോദിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന്. ഒരുപാട് ടഫായിട്ടൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരാൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തിങ്കളാഴ്ച 1995 മാർച്ച് 20 വരുന്നു. അതായത് 1995 മാർച്ച് 20 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ 1994 നവംബർ 3 എന്തായിരിക്കും എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, അതിന് തൊട്ട് മുന്നത്തെ വർഷം നവംബർ 3 എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. അപ്പം 1994 നവംബർ 3 മാർച്ചും തമ്മിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെ 4 മാസത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കുക? നമ്മുടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഞായറാഴ്ച, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾക്ക് ഓൾറെഡി ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ആ ഡേറ്റ് ഇന്ന ദിവസം തന്നിട്ടുണ്ട്. അപ്പം അതിന് കുറച്ച് മാസങ്ങൾ മുമ്പുള്ള ഒരു ദിവസത്തിൻ്റെ ആ ദിവസം ഏത് ആഴ്ചയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം തന്നിരിക്കുന്നത് 1994 നവംബർ 3. നവംബർ 3 ദിവസമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് 1995 ആ വർഷത്തിൽ വരുന്ന ദിവസത്തിൻ്റെ ഏത് ദിവസമാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1994 നവംബർ 3 ശേഷം എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ 1994 നവംബർ 3 എന്ന് പറയുമ്പോൾ അവിടെ ആ നവംബർ മുഴുവനായിട്ട് ഇല്ല, ആ നവംബർ 3-ാം തീയതിക്ക് ശേഷമുള്ള അത്രയും ദിവസങ്ങൾ വരും അല്ലേ. നവംബർ എന്ന് പറയുമ്പോൾ അതിൽ 30 ദിവസമാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അതിൽ 3 വരെയുള്ള ഡേറ്റ് നമ്മൾ എടുക്കേണ്ട. അപ്പോൾ 30 - 3 പറയുമ്പോൾ നവംബർ 27 ദിവസങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ ബാക്കി ഡിസംബർ മുഴുവൻ എടുക്കണം, പിന്നെ ജനുവരി അടുത്ത മാസം അത് മുഴുവനായിട്ട് എടുക്കണം, അതുപോലെ ഫെബ്രുവരി മുഴുവനായിട്ട് എടുക്കണം, പിന്നെ മാർച്ച് 20 വരെയുള്ള ആ ദിവസവും കൂടെ നമ്മൾ എടുക്കണം. ഇത്രയും ഭാഗങ്ങൾ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നവംബറിൽ 30 - 3 27 ദിവസമാണ് നമ്മൾക്ക് വരിക. അതേപോലെ 31 ഡിസംബറിൽ വരും, ജനുവരിയിൽ 31 വരും, ഫെബ്രുവരി എന്നുള്ളത് നമ്മളത് ലീപ്പ് ഇയർ ആണോ അഥവാ അതിവർഷമാണോ അതിവർഷം അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം അതിലെ ദിവസങ്ങളുടെ എണ്ണം എഴുതാൻ. അതിൽ അതിവർഷമാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? തന്നിരിക്കുന്ന വർഷത്തിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് അതിവർഷമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് അതിവർഷമല്ല. 1995 ആണല്ലോ ഈ ജനുവരി മുതൽ വരുമ്പോൾ 1995 ജനുവരി, 1995 ഫെബ്രുവരി, 1995 മാർച്ച് അല്ലേ. 1995 എന്ന് പറയുന്നത് ഒരു അതിവർഷമല്ല. അപ്പം അതുകൊണ്ട് ആ വർഷത്തിൽ വരുന്ന ഫെബ്രുവരിയിൽ ആകെ 28 ദിവസം ഉണ്ടാവുള്ളൂ. അതിവർഷമാണെങ്കിൽ അവിടെ 29 ദിവസം ഉണ്ടാവും. പിന്നെ മാർച്ചിൽ വരുന്ന 20 ദിവസം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 137 ദിവസം വരും. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എത്ര ഓഡ് ഡേയ്സ് കിട്ടുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് 137 ഡിവൈഡ് ബൈ 7 ചെയ്യാം. അങ്ങനെ 7 ചെയ്യുന്ന സമയത്ത് അവിടെ 19 ആഴ്ചയും അതേപോലെ തന്നെ 4 ദിവസവും ബാക്കി വരുന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇതിങ്ങനെ 137 ഡിവൈഡ് ബൈ നമ്മൾ 7 ചെയ്യാം. അപ്പോൾ 7 7, അപ്പോൾ 67 വരും. 9 63 അല്ലേ. ശിഷ്ടം എന്ത് വരും? 4 വരും. അപ്പോൾ ഇവിടെ 19 ആഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ഉത്തരത്തിൽ നിന്നാണ് 19 ആഴ്ചയും വരും. ബാക്കി വരുന്ന ശിഷ്ടത്തിൽ നിന്നാണ് നമുക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പം 4 ഓഡ് ഡേയ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ 4 തന്നു കഴിഞ്ഞാൽ 1 ആണെങ്കിൽ അതെന്താണ്? തിങ്കളാഴ്ചയാണ്. 1 തിങ്കളാണ്. 2 ആണെങ്കിൽ അത് ചൊവ്വാഴ്ചയാണ്. ഓക്കെ, 1 തിങ്കൾ, 2 ചൊവ്വ, 3 ബുധനാണ്, 4 എന്താണ്? വ്യാഴമാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇതിന് ഉത്തരം എന്ത് കിട്ടി? 1994 നവംബർ 3 എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്ന് കിട്ടി? വ്യാഴാഴ്ചയാണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് ഉള്ളത്. ഇന്ന് നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആയിക്കോളും. രണ്ടാമത്തെ ചോദ്യം, 2007 ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയായിരുന്നു. അതിനാൽ 2008 ജനുവരി 1 എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു ഡാഷ് ആണെന്ന് രജത്ത് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതോ ഒരു ആഴ്ചയാണെന്നുള്ളത് പറയുന്നുണ്ട്. അത് ഞായറാഴ്ചയാണോ, അത് തിങ്കളാഴ്ചയാണോ, ചൊവ്വാഴ്ചയാണോ, ബുധനാഴ്ചയാണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. 2007 നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
2007 ജനുവരി 1 എന്ന് പറയുന്നത് എന്താണ്? അതൊരു തിങ്കളാഴ്ചയാണ് അല്ലെ? 2007 ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ഓക്കെ, അപ്പൊ ഇനി ജനുവരി 1 അതേ തൊട്ടടുത്ത വർഷം 2008, തൊട്ടടുത്ത വർഷം 2008 ജനുവരി 1 നമ്മൾക്ക് എന്ത് ദിവസമാണെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കും 2008 എന്ന് പറയുന്നത് ഒരു അതിവർഷമാണല്ലോ അല്ലെ? 2008-നെ നമ്മൾ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായും ഹരിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? 2008 ഒരു അതിവർഷമാണ്. അപ്പൊ അതിവർഷമാണെന്നുണ്ടെങ്കിൽ അവിടെ ഫെബ്രുവരി 29 വരുമല്ലോ. അപ്പൊ തിങ്കളാണെന്നുണ്ടെങ്കിൽ ചൊവ്വ ബുധൻ ആവുമല്ലോ എന്ന് നമ്മൾക്ക് പെട്ടെന്ന് ചിന്ത വരാം. കാരണം അത് അതിവർഷം ആയതുകൊണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ ജനുവരികളാണ് എടുത്തിരിക്കുന്നത്, ഫെബ്രുവരിയിലേക്ക് എത്തിയിട്ടില്ല. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം എക്സ്ട്രാ വരും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വർഷം തന്നു, ആ വർഷത്തിൽ അതായത് 2007 ജനുവരി 1 തിങ്കളാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വർഷം ജനുവരി 1 എന്ത് ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസമാണ് വരിക. തിങ്കളാഴ്ചയാണെങ്കിൽ ഇതെന്തായിരിക്കും? നോർമലി നമ്മൾ വരിക. ചൊവ്വാഴ്ചയാണ് സാധാരണ, ലീപ്പ് ഇയർ അല്ല നോർമൽ ഇയേഴ്സ് ആണെങ്കിൽ വരിക. ഓക്കെ, സാധാരണഗതിയിൽ. അതേ സമയത്ത് ഇത് ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുതൽ നമ്മൾ അതൊക്കെ ആഡ് ചെയ്യണം. അപ്പൊ തിങ്കളാഴ്ച ആണെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ ചൊവ്വ ബുധൻ, അപ്പൊ ബുധനാഴ്ച ആയിരിക്കും വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2008 ജനുവരി 1 ചൊവ്വാഴ്ചയായിരിക്കും. കാരണം 2008 ലീപ്പ് ഇയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഫെബ്രുവരി കൺസിഡർ ചെയ്യണം. അവിടെ ഫെബ്രുവരിക്ക് എത്തിയിട്ടില്ല, ജനുവരി 1 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് 2008 ജനുവരി 1 എന്തായിരിക്കും? അത് ചൊവ്വാഴ്ചയായിരിക്കും. ഇങ്ങനെ സംഭവം വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ലീപ്പ് ഇയർ ആണല്ലോ എന്നും വിചാരിച്ചിട്ട് നമുക്ക് 2 ദിവസം നമ്മൾ കൂട്ടിയിട്ട് എഴുതാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് ദിവസമാണ്. ഇപ്പൊ ജനുവരി 1 അല്ല, നമ്മൾക്ക് തന്നിരിക്കുന്നത് ഒരു മാർച്ച് 1 ആണ്. ഇപ്പൊ 2007 മാർച്ച് 1 തിങ്കളാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ 2008 മാർച്ച് 1 എന്ത് ദിവസമാണെന്ന് ചോദിച്ചാൽ അവിടെ ഓക്കെ, അവിടെ അത് ബുധനാഴ്ച ആയിരിക്കും. കാരണം നമുക്ക് അവിടെ ഫെബ്രുവരി കൂടെ ഉൾപ്പെട്ടു, ഇവിടെ ഫെബ്രുവരി ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അവിടെ എന്താ ആൻസർ വരിക? ഓപ്ഷൻ സി, ചൊവ്വാഴ്ചയാണ് അവിടെ ഉത്തരം വരിക. ഡാഷ് ഒരു അതിവർഷമല്ല. 700, 800, 1200, 2000 അല്ലെ? ഏതാണ് അതിവർഷമല്ലാത്തത്? നമ്മൾ പറഞ്ഞു അതിവർഷമാണെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ അതെന്ത് കിട്ടില്ല? നമ്മൾക്ക് റിമൈൻഡർ കിട്ടില്ല, ശിഷ്ടം നമ്മൾക്ക് അവിടെ കിട്ടില്ല. 800-നെ ഡിവൈഡ് ബൈ 4 ചെയ്താൽ കൃത്യമായി അത് ഹരിച്ചു പോകും. 1200-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഹരിച്ചു പോകും. 2000-നെ നമ്മൾ ഡിവൈഡ് ബൈ 4 ചെയ്താൽ അത് കൃത്യമായിട്ട് ഹരിച്ചു പോകും. അപ്പൊ 700-നെ നമ്മൾ ഒരിക്കലും ഡിവൈഡ് ബൈ 4 ചെയ്താൽ അത് കൃത്യമായി ഹരിച്ചു പോകും. കൊണ്ട് അത് എന്തല്ല? ഒരു അതിവർഷമല്ല. അപ്പൊ അവിടുത്തെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്തത് 1992 ജനുവരി 1 ഒരു ബുധനാഴ്ചയായിരുന്നു. 1993 ജനുവരി 1 ആഴ്ചയിലെ ഏത് ദിവസമാണെന്നാണ് ചോദ്യം. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കണക്കാണ് വരുന്നത്. 1992 അല്ലെ? 1992 ജനുവരി 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ബുധനാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത വർഷം 1993 ജനുവരി 1 എന്ന് പറയുന്നത് ഏതാഴ്ച എന്നാണ് നമ്മുടെ ചോദ്യം. 1992 ഒരു അതിവർഷമാണോ എന്നെടുക്കണം. കാരണം 1993 എന്തായാലും ഒരു അതിവർഷമല്ല അല്ലെ? ലാസ്റ്റ് 3 ഒക്കെ വന്നതുകൊണ്ട് എന്തായാലും കൃത്യമായി ഹരിച്ചു പോവില്ല. അപ്പൊ ഇത് വരില്ല. ലാസ്റ്റ് 92 വന്നതുകൊണ്ട് നമ്മൾ അതൊന്ന് ഹരിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 1992 ജനുവരി 1 അത് ഫെബ്രുവരി മാർച്ച് എല്ലാം നമ്മൾ അവിടെ വരുന്നുണ്ട് അല്ലെ? 1992 എല്ലാ മാസവും വരുന്നുണ്ട്. 93 ജനുവരി വരെ വരുന്നുള്ളൂ. അപ്പൊ ആ പറയുന്ന ഫെബ്രുവരിയിൽ എത്ര ദിവസം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1992 എന്ന് പറയുന്നത് ഒരു അതിവർഷമാണ് അല്ലെ? 1992 നമ്മൾ 92 നമ്മൾ ഡിവൈഡ് ബൈ നമ്മൾ 4 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ശേഷം പൂർണ്ണമായിട്ട് ഹരിച്ചു. അപ്പൊ 1992 എന്താണ്? ഒരു അതിവർഷമാണ്, അഥവാ അതൊരു ലീപ്പ് ഇയർ ആണ്. അപ്പൊ ആ വർഷത്തിൽ വരുന്ന ഫെബ്രുവരിക്ക് 29 ദിവസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ നോട്ട് ചെയ്യാം. അപ്പൊ ഇടയിൽ ഒരു ലീപ്പ് ഇയർ വന്നു അല്ലെ? അപ്പൊ ഒരു ലീപ്പ് ഇയർ വന്നതുകൊണ്ട് ഇവിടെ ബുധനാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് നോർമൽ ഇയേഴ്സ് ആണെങ്കിൽ ബുധനാണെങ്കിൽ തൊട്ടടുത്ത് എന്താ വരുള്ളൂ? ബുധൻ കഴിഞ്ഞാൽ വ്യാഴമേ വരുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ലീപ്പ് ഇയറിന്റെ ആ ഒരു അതിവർഷത്തിന്റെ ഒരു എക്സ്ട്രാ ഒരു ദിവസം കൂടി ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾക്ക് വരിക. വ്യാഴം +1 വെള്ളിയാണ് നമ്മുടെ ഉത്തരം വരിക. ഇങ്ങനെയാണ് നമ്മൾ അതിൽ ലീപ്പ് ഇയറിനെ നമ്മൾ ഇട്ടിട്ട് കളിക്കുന്നത്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്താൽ 93 ആണോ? 93 വരില്ലല്ലോ, അത് ജനുവരി ആണല്ലോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും. പക്ഷെ ഇങ്ങനെ ശ്രദ്ധിക്കണം, തൊട്ട് മുന്നത്തുള്ള ആ വർഷം മുതലുള്ള നമ്മൾ ആ ഒരു ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് കിട്ടും. അപ്പൊ അവിടെ എന്താ ഉത്തരം വരിക? ഓപ്ഷൻ ഡി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇത് കണ്ടില്ലേ, 92 ഒരു അതിവർഷമാണ്. അതിനാൽ ഇത്
രണ്ട് ഓഡ് ഡേയ്സ് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വ്യത്യസ്ത എന്ന് പറയുന്നത് നമ്മളത് മലയാളം ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ഇങ്ങനെ വന്നാണ് കേട്ടോ. രണ്ട് ഓഡ് ഡേയ്സ് വരും. അപ്പോൾ 1993 ആദ്യ ദിവസം ബുധനാഴ്ചയ്ക്ക് ശേഷം 2 ദിവസമായിരിക്കും നമ്മൾക്ക് കിട്ടുക. അതെന്താണ്? അതൊരു വെള്ളിയാഴ്ചയാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്ന് 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും? ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച, വെള്ളിയാഴ്ച എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം നമ്മൾക്ക് തിങ്കളാഴ്ചയാണ്. അപ്പൊ ഇന്ന് കഴിഞ്ഞ് 61 ദിവസം കഴിഞ്ഞ് ഏതാ ദിവസം എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് തിങ്കളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വന്ന് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇതുപോലെ ഓഡ് ഡേ കണ്ടുപിടിക്കണം. അപ്പൊ 61 എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. അപ്പൊ 8 7 56 അല്ലെ. 8 7 56 8 7 56 കഴിയുമ്പോൾ ശിഷ്ടം എന്ത് വരും? 5. അപ്പൊ ഈ 5 ആണ് നമ്മളുടെ ഓഡ് ഡേ. 5 ഓഡ് ഡേയ്സ് ആണ് ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ 5 ഓഡ് ഡേയ്സ് പറയുമ്പോൾ തിങ്കളുടെ കൂടെ ഒരു 5 ദിവസം അങ്ങോട്ട് കൂട്ടുക. അപ്പൊ തിങ്കൾ പറയുമ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പൊ 5ാമത്തെ ദിവസം അത് എന്തായിട്ട് മാറും? അത് ശനിയാഴ്ചയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അടിസ്ഥാനം. ഇവിടെ നമുക്ക് ഓഡ് ഡേയ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. 61 ദിവസമാണ്. അപ്പൊ 8 7 56 അല്ലെ. 8 ആഴ്ചകളും ഉണ്ട്, അതിന്റെ കൂടെ ഒരു 5 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പൊ തിങ്കളുടെ കൂടെ നമ്മൾ ഒരു 5 ദിവസം കൂട്ടുമ്പോൾ നമുക്ക് ശനിയാഴ്ച കിട്ടും. അപ്പൊ ഇന്ന് മുതൽ 61 ദിവസം കഴിഞ്ഞ് അത് എന്ത് ദിവസം ആയിരിക്കും? അതൊരു ശനിയാഴ്ച ആയിരിക്കും. അടുത്ത ചോദ്യം, 2001 ജൂലൈ 4 ബുധനാഴ്ചയാണെങ്കിൽ 2000 ജൂലൈ 4 ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത്. മുന്നിക്കാണ് പോകണം കേട്ടോ, മുന്നത്തെ ദിവസമാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 2001 ജൂലൈ 4. 2001 ജൂലൈ 4 ഏതാണെന്ന് തന്നിരിക്കുന്നത്? ബുധനാണെന്നാണ് തന്നിരിക്കുന്നത്. ചോദ്യം എന്താണ്? 2000 ഡേറ്റിന് വ്യത്യാസമില്ല അല്ലെ. ഡേറ്റ് സെയിം ആണ്, വർഷം മാത്രം വ്യത്യാസമുള്ളൂ. 2000 ജൂലൈ 4 ഏത് ദിവസമാണെന്നാണ് നമ്മളുടെ ചോദ്യം വരുന്നത് അല്ലെ. അപ്പൊ ഇത് ബുധനാണെന്നുണ്ടെങ്കിൽ 2000 ജൂലൈ 4 എന്തായിരിക്കും എന്നാണ് നമ്മളുടെ ചോദ്യം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് 2001 ജൂലൈ 4 ബുധൻ. 2000 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. പക്ഷെ നമുക്ക് അവിടുത്തെ ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫെബ്രുവരിയും കൂടെ ഉൾപ്പെട്ടാൽ മാത്രമേ നമുക്കത് ഒരു എക്സ്ട്രാ ദിവസം പറയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് ഒരു ദിവസം മുന്നുള്ള ദിവസമാണ് വരിക. അതെന്തായിരിക്കും? അത് ചൊവ്വാഴ്ച ആയിരിക്കും. ഉത്തരം എ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ വിശദീകരണത്തിൽ പറയുന്ന പോലെ 2000 എന്ന് പറയുന്നത് ഒരു അതിവർഷമാണ്. ആഴ്ചയിലെ ദിവസം 2001 നിന്ന് ഒരു ദിവസം പിന്നോട്ടാണ് പോകേണ്ടത്. അപ്പോൾ 2001 ജൂലൈ 4 എന്ന് പറയുന്നത് ബുധനാഴ്ച ആയതിനാൽ 2000 ജൂലൈ 4 എന്ന് പറയുന്നത് എന്താണ്? അത് ചൊവ്വാഴ്ചയാണ്. അടുത്ത ചോദ്യം, 1995 ജനുവരി 1 ഞായറാഴ്ചയായിരുന്നെങ്കിൽ 2000 ജനുവരി 1 എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തിങ്കൾ, ബുധൻ, ശനി, വെള്ളി. ഈ 4 ദിവസങ്ങളിൽ ഏതാണ്? നമുക്കത് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ 1995 മുതൽ നമുക്ക് 2000 വരെയുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതിൽ 1995 പിന്നെ 96 97 അല്ലെ, അതുപോലെ 98 99 അതുപോലെ 2000 ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ എന്ത് നോക്കണം? അല്ല അതിവർഷം ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കണം അല്ലെ. അപ്പോൾ 1995 ജനുവരി 1 എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ദിവസം അവർ തന്നിട്ടുണ്ട്. അപ്പൊ ആ ദിവസത്തിനേക്കാളും ഒരു ദിവസം കൂടുതലായിരിക്കും 1996 വരിക. പിന്നെ 1996 ജനുവരി 1 മുതൽ 1997 ജനുവരി 1 വരെ എടുക്കുമ്പോൾ അവിടെ ഒരു അതിവർഷം, അതിൻ്റെ ഒരു 2 ദിവസങ്ങൾ അവിടെ നമുക്ക് കൂടും. അതുപോലെ തന്നെ ഇനി അടുത്തത് വരുന്ന സമയത്ത് വീണ്ടും ഒരു ദിവസം കൂടും, പിന്നെയും ഒരു ദിവസം കൂടും, പിന്നെയും ഒരു ദിവസം കൂടും. ഇങ്ങനെയാണല്ലോ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മുമ്പ് തന്നിട്ടുള്ള ദിവസത്തിനേക്കാളും 2 1 3 4 5 6 ദിവസം നമ്മൾക്ക് കൂടും. അതായത് അത് ഏത് ദിവസമായിരിക്കും വരിക? അത് ശനിയാഴ്ച ആയിട്ടായിരിക്കും നമ്മൾക്ക് വരിക. അപ്പൊ ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു നൂറ്റാണ്ടിന്റെ അവസാന ദിനം ആവാത്തത് ഏത് ദിനമാണ്? നമ്മൾ ഒരു നൂറ്റാണ്ട് എടുക്കുമ്പോൾ നൂറ്റാണ്ടിന്റെ ലാസ്റ്റ് ഡേ ആവാത്തത് തിങ്കൾ, ബുധൻ, ചൊവ്വ, വെള്ളി. അതിന് ഉത്തരം കാണാതെ അങ്ങനെ തന്നെ പഠിക്കുക. അത് ചൊവ്വാഴ്ചയാണ് കേട്ടോ.
അപ്പോൾ ഒരു നൂറ്റാണ്ട് പറയുമ്പോൾ 100 വർഷങ്ങളാണ് അല്ലേ. അപ്പോൾ 100 വർഷങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 5 ദിവസങ്ങളാണ് അവിടെ നമുക്ക് ഓടായിട്ട് വരിക. അപ്പോൾ അതിനാൽ ഒരു ദിവസം, ഒരു നൂറ്റാണ്ടിൻ്റെ അവസാന ദിവസം ഒരിക്കലും എന്താവാൻ സാധിക്കില്ല, അതൊരിക്കലും ചൊവ്വാഴ്ച ആവാൻ സാധിക്കില്ല. അടുത്ത ചോദ്യം, 1995 ജനുവരി 2 മുതൽ, അപ്പോൾ ഈ ഡേറ്റ് ഇൻക്ലൂഡ് ആണ്, 1995 മാർച്ച് 15 വരെ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 1995 ജനുവരി 2 മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജനുവരി 2 ഇൻക്ലൂഡ് ആണ്. ജനുവരിയിൽ 31 ദിവസമാണ് ഉള്ളത്. ജനുവരി 2 ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 1-ാം തീയതി മാത്രം എടുക്കണ്ട. അപ്പോൾ എത്ര ദിവസം നമുക്ക് എടുക്കേണ്ടി വരും? ജനുവരി 20-ന് 30 ദിവസം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ 1995 എന്ന് പറയുന്നത് ഒരു അതിവർഷമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഫെബ്രുവരിയിൽ 28 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മാർച്ച് 15 വരെ പറയുമ്പോൾ 15 വരെയുള്ള ദിവസം എടുക്കണം. അപ്പോൾ 30 + 28 + 15 മൊത്തം 73 ദിവസമാണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 2006 മെയ് 28 ആഴ്ചയിലെ ഏത് ദിവസം എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ടിപ്പിക്കൽ ചോദ്യമാണ്. കുറച്ച് കാര്യമായിട്ട് തന്നെ ചെയ്യാനുണ്ട്, കാരണം നമുക്ക് വേറെ ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല. ഓപ്ഷൻസ് ഉള്ളത് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. അപ്പോൾ 28 മെയ് 2006 എന്ന് പറയുമ്പോൾ 2005 വർഷം എടുക്കണം, പ്ലസ് 1 അതായത് 2006 ജനുവരി 1 മുതൽ 2006 മെയ് 28 വരെയുള്ള ആ ഡേറ്റ് എടുക്കണം. ആ ഒരു കാലയളവാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ 1600 വർഷങ്ങളിൽ, അതായത് നമ്മൾ നൂറ്റാണ്ടുകൾ പറയുന്ന സമയത്ത് ഈ 1600 വരുമ്പോൾ അവിടെ വരുന്ന ഒറ്റ സംഖ്യ, ഒറ്റ ദിവസങ്ങൾ അഥവാ ഓഡ് ദിവസങ്ങൾ എന്ന് പറയുന്നത് 0ആണ്. അപ്പോൾ 400 വർഷങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെയും വരുന്ന ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് 2006 ആണ് വേണ്ടത്. അപ്പോൾ 2006 വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് 2000 വരെ കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1600 വർഷം എടുത്തത്. 1600 വർഷവും 4000 വർഷം എടുക്കുമ്പോൾ തന്നെ 2000 വരെയുള്ള ഓഡ് ദിവസങ്ങൾ കിട്ടിയില്ല. അപ്പോൾ 2000-ൽ മൊത്തം ഓഡ് ദിവസങ്ങൾ 0 + 0 0 ആണ്. ബാക്കിയുള്ള 6 വർഷത്തെ നമ്മളിനി നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇനി 5 വർഷം എടുക്കുന്ന സമയത്ത് 2000-ന് ശേഷം വരുമ്പോൾ അവിടെ 4 സാധാരണ വർഷങ്ങളും അല്ലേ, ഒരു അതിവർഷമാണ് വരിക. അപ്പോൾ 4 സാധാരണ വർഷങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഓഡ് സംഖ്യ എന്ന് പറയുന്നത് 1, ഓഡ് ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 ആണ്. അതിവർഷം വരുമ്പോൾ അവിടെ 2 എണ്ണം വരും അല്ലേ. അപ്പോൾ ഒരു അതിവർഷം ഉണ്ട്, അപ്പോൾ 1 × 2, അപ്പോൾ മൊത്തം അവിടെ എത്ര ഓഡ് ദിവസങ്ങൾ വരും? 6 ഓഡ് ദിവസങ്ങളാണ് നമ്മൾക്ക് വരിക. അപ്പോൾ 5 വർഷത്തിലെ കാര്യമായി. ഇനി എന്താ നമുക്ക് അറിയേണ്ടത്? ഈ പറയുന്ന മെയ് 28 വരെയുള്ള ദിവസം കൂടെ നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾക്കിപ്പോൾ 1600-ഉം 400-ഉം 5-ഉം അല്ലേ. അപ്പോൾ 2005 വരെയുള്ള കാര്യമായി. ഇനി 2006 മെയ് 28 വരെയുള്ള കാര്യം എടുക്കണം. അപ്പോൾ ഇനി അടുത്ത കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയ് 28 വരെ വരുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 28 വരെ. അപ്പോൾ ജനുവരി മുഴുവനായിട്ട് എടുക്കണം, അപ്പോൾ 31 ദിവസം. ഫെബ്രുവരി മുഴുവനായിട്ട് എടുക്കണം, ഇത് അതിവർഷമല്ലാത്തത് കൊണ്ട് 28 വരുള്ളൂ. പിന്നെ മാർച്ച് ആകുമ്പോൾ 31 ദിവസം എടുക്കണം, ഏപ്രിൽ 30 ദിവസം എടുക്കണം, മെയ് 28 ദിവസം വരെ എടുക്കണം. മൊത്തം 148 ദിവസം. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര ഓഡ് ദിവസങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ബൈ 7 ചെയ്താൽ മതി അല്ലേ. 148-നെ ഡിവൈഡ് ബൈ 7 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 21 കിട്ടും. അതിൽ ഒരു ദിവസമാണ് ശിഷ്ടം കിട്ടുക. അപ്പോൾ അവിടെ ഓഡ് ദിവസങ്ങൾ, വിചിത്ര ദിവസം പറഞ്ഞാൽ ഓഡ് ദിവസമാണ് കേട്ടോ. അപ്പോൾ എത്ര ഓഡ് ദിവസം ഉണ്ടാവും? ഒരു ഓഡ് ദിവസമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ മൊത്തം നമുക്ക് എല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ടോട്ടൽ ഓഡ് ദിവസങ്ങൾ, അപ്പോൾ 2006 മെയ് 20 അല്ലേ, 2006 മെയ് 28 വരെയുള്ള ഓഡ് ദിവസം എടുക്കുന്ന സമയത്ത് അല്ലേ, 1600-ലുള്ള 0 ഓഡ് ദിവസം, 400 വർഷങ്ങളിലുള്ള 0 ഓഡ് ദിവസം, 5 വർഷത്തിലേക്കുള്ള 6 ഓഡ് ദിവസം, പിന്നെ ഈ പറഞ്ഞ 2006 മെയ് 28 വരെയുള്ള ആ ഒരു വർഷത്തിലുള്ള ഓഡ് ദിവസം 1. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ മൊത്തം 6 1 7 ഓഡ് ദിവസമാണ് മൊത്തം വരിക. ഓക്കെ, 7 ഓഡ് ദിവസം പറയുമ്പോൾ അവിടെ നമ്മൾക്ക് അതെത്രയാണ്? ഓഡ് ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 7 എന്ന് വരുമ്പോൾ 7 ഡിവൈഡ് ബൈ 7 ചെയ്യാം അല്ലേ. അപ്പം നമുക്കിവിടെ ശിഷ്ടം 0 ആണ് വരിക. അപ്പോൾ 0 വരുന്ന സമയത്ത് മൊത്തം ഓഡ് ഡേയ്സിൻ്റെ എണ്ണം എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 എന്നാണെന്നുണ്ടെങ്കിൽ അത് ഞായറാഴ്ചയാണ്. നമുക്കറിയാം ഓഡ് ദിവസങ്ങളുടെ എണ്ണം വരുമ്പോൾ 0 പറയുന്നത് ഞായറാഴ്ചയാണ്, 1 പറയുമ്പോൾ അത് തിങ്കളാഴ്ചയാണ്, 2 പറയുമ്പോൾ ചൊവ്വാഴ്ചയാണെന്ന് അറിയാം. അപ്പോൾ നമുക്കിവിടെ ഉത്തരം എന്താണ് വരിക? അത് ഞായറാഴ്ചയാണ് ഈ പറയുന്ന 2006 മെയ് 28 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾക്ക് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്.
കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു ഏരിയ ആണ്. ഈ ഓഡ് ദിവസങ്ങളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. ചിലപ്പോൾ അതുപോലെ വെറുതെ ഒരു ഡേറ്റ് വന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ചെയ്യണമെങ്കിൽ കുറേ പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. താങ്ക് യു.